RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജാണ് നമ്മോടൊപ്പമുള്ളത്. സർ, ഈ ബ്രൂവറി വിഷയത്തിൽ RJDയുടെ ഒരു നിലപാട് എന്താണ്? RJDയുടെ സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ അധ്യക്ഷന്മാരുടെയും ഒരു യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിന് കൂടി ഫെബ്രുവരി മാസം 2-ാം തീയതി യോഗം വിളിച്ചിട്ടുണ്ട്. അന്ന് വിശദമായിട്ട് ചർച്ച ചെയ്ത് ഒരു കൺസിഡേർഡ് ഒപ്പീനിയൻ സ്വീകരിക്കാമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഇക്കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഘടകകക്ഷികളുമായി ചർച്ച ചെയ്തിരുന്നു. ഇതൊരു പോളിസിയാണ്. ബ്രൂവറി അനുവദിക്കുന്നതിന് ആധാരമായ അത് എക്സൈസ് പോളിസിയാണ്. ഒരു പോളിസി എന്നുള്ള നിലയിൽ അത് LDFൽ സമർപ്പിക്കേണ്ടതാണ്. ഭരണമുന്നണിയുടെ ഏകോപന സമിതി എന്നുള്ള നിലയിൽ നയങ്ങൾ തീരുമാനിക്കുന്നത് LDF ആണ്. ആ LDFൽ ഈ പോളിസി സമർപ്പിച്ചിട്ടില്ലായിരുന്നു. LDFൽ ഒരു പോളിസി വെക്കുമ്പോഴാണ് അതിൻ്റെ ഗുണമേന്മകളും തെറ്റുകുറ്റങ്ങളും എല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്ത് ഒരു നല്ല തീരുമാനം എടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് LDFൽ ഈ പോളിസി, എക്സൈസ് പോളിസി ചർച്ച ചെയ്തില്ല എന്നുള്ളത് ഒരു തെറ്റ് തന്നെയാണ്. അതിൽ പാർട്ടിക്ക് കടുത്ത വിയോജിപ്പുണ്ട് അല്ലേ? പോളിസീസ് എപ്പോഴും ഗവൺമെൻറ് ദൈനംദിന കാര്യങ്ങളിൽ പാർട്ടികൾ ഇടപെടാറില്ല. 11 രാഷ്ട്രീയ പാർട്ടിയിലുള്ള LDFൽ പോളിസീസ് വെക്കുമ്പോഴാണ് നമുക്കൊരു കൺസിഡേർഡ് ഒപ്പീനിയൻ അവിടെ രൂപീകരിക്കാൻ സാധിക്കുന്നു. അതിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരും. പക്ഷേ ഒടുവിലൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഈ ചർച്ച വേണം. ആ ചർച്ച ഇത് സംബന്ധിച്ച് എക്സൈസ് പോളിസി ഉണ്ടായിട്ടില്ല. ഓരോ വർഷവും എക്സൈസ് പോളിസി പുതുക്കാറുണ്ട്. എക്സൈസ് പോളിസിക്ക് 1 വർഷത്തെ ആയുസേ ഉള്ളൂ. 2024-25 എക്സൈസ് പോളിസിക്ക് ആധാരമായിട്ടാണ് ബ്രൂവറി അനുവദിച്ചതെങ്കിൽ ആ എക്സൈസ് പോളിസി LDFൽ വെച്ചിട്ടില്ല. ഇപ്പോൾ CPI ഈ വിഷയത്തിൽ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ നിലപാട് തന്നെയാണല്ലോ സ്വാഭാവികമായും അങ്ങയുടെ പാർട്ടിക്കുമുള്ളത്. RJDയുടെ കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ ചർച്ചകളെ പ്രിയംപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. വിശദമായൊരു ചർച്ച ഉണ്ടാവും. 2-ാം തീയതി ഒരു ഇക്കാര്യത്തെ സംബന്ധിച്ച പാർട്ടി തീരുമാനം പറയും. ഏതായാലും RJDയെ സംബന്ധിച്ച് ഇക്കാര്യം മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ഏതായാലും ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഒരു യോഗം ഉടൻ തന്നെ RJD ചേരുമെന്നും വർഗീസ് ജോർജ് വ്യക്തമാക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.